എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ സന്തോഷ് വിയല്ല. മേടമാസ പൊൻപുലരിയിൽ മലയാളിക്ക് ഐശ്വര്യത്തിന്റെ കണിയൊരുക്കി വീണ്ടും ഒരു വിഷുക്കാലം കൂടി എത്തിയിരിക്കുകയാണ്. വിഷു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കണിക്കൊന്നയും കൈനീട്ടവുമാണ് വരുന്നത്. എന്നാൽ ഇതിനു പിന്നിൽ ഭയങ്കരമായ ചില ഐതിഹ്യങ്ങളും ചരിത്രവുമുണ്ട്. എന്താണ് വിഷുവിന്റെ യഥാർത്ഥ പൊരുൾ? നമുക്ക് നോക്കാം. വിഷുവിനെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യം ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തെ വിറപ്പിച്ചിരുന്ന നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ചത് ഒരു മേടമാസത്തിലെ വസന്തകാലത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു. തിന്മയ്ക്കുമേൽ നന്മ വിജയിച്ച ആ ദിനത്തിന്റെ ഓർമ്മ പുതുക്കാനാണത്രേ നമ്മൾ പടക്കം പൊട്ടിച്ചും ദീപങ്ങൾ തെളിച്ചും വിഷു ആഘോഷിക്കുന്നത്. മറ്റൊരു രസകരമായ കഥ രാമായണവുമായി ബന്ധപ്പെട്ടതാണ്. ലങ്കാധിപതിയായ രാവണൻ സൂര്യദേവനെ നേരെ ഉദിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല. രാവണനെ ശ്രീരാമൻ വധിച്ച ശേഷമാണ് സൂര്യൻ കിഴക്ക് നിന്ന് നേരെ ഉദിക്കാൻ തുടങ്ങിയതെന്നും ആ ദിവസം നമ്മൾ വിഷുവായ ആഘോഷിക്കുന്നുവെന്നും പറയപ്പെടുന്നു. രാവണന്റെ കൊട്ടാരത്തിന് വെളിയിൽ വെയിലേറ്റുവാടാത്ത പൂക്കളായിരുന്നു കൊന്നപ്പൂക്കളെന്നും ഒരു ഐതിഹ്യമുണ്ട്. ഇനി ഇതിന്റെ ചരിത്രത്തിലേക്കും ശാസ്ത്രത്തിലേക്കും വരാം. വിഷു എന്ന വാക്കിന്റെ അർത്ഥം തുല്യമായത് എന്നാണ്. അതായത് രാവും പകലും തുല്യമായി വരുന്ന ദിവസം. പഴയ കാലത്ത് കേരളത്തിൽ കാർഷിക കലണ്ടർ ആരംഭിച്ചിരുന്നത് വിഷു മുതലാണ്. നമ്മുടെ പൂർവികർ പ്രകൃതിയെ അറിഞ്ഞുണ്ടാക്കിയ ഒരു കണക്കുകൂട്ടലാണിത്. പണ്ട് രാജഭരണകാലത്ത് കുടിയാന്മാർ ജന്മികൾക്ക് വിഷു കാഴ്ച സമർപ്പിക്കുന്ന രീതി നിലനിന്നിരുന്നു. അതിന്റെ ബാക്കി പത്രമാണ് ഇന്നത്തെ കൈനീട്ടം നൽകുന്ന രീതി. കാലം മാറി, ആഘോഷങ്ങളുടെ രീതി മാറി. പക്ഷെ വിഷു നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നു തന്നെയാണ്: സമൃദ്ധിയുടെയും പ്രത്യാശയുടെയും സന്ദേശം. ഈ ഐതിഹ്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഞാൻ സന്തോഷ് വിയല്ല.